മോമോസാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അത് ഓപ്ഷണലാണ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായി കുഴച്ചെടുക്കാം. ഇനി നമുക്കതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത ഒരു സവാള, ഒരു വലിയ സവാള ഞാൻ എടുത്തത്, അത് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും കൂടെ നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് ഞാൻ ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാരറ്റ് ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് ചിക്കൻ ചേർക്കുന്നുണ്ട്. ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പെപ്പർ പൗഡറാണ്. 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈദ എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് അതിനെ ഉരുട്ടിയെടുക്കാം. ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ചെറിയ ബോൾസ് ആയിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. എന്നിട്ട് അധികം കട്ടി ഉണ്ടാവരുത്, എന്നാൽ തീരെ കട്ടിയില്ലാതെയും ആ രീതിയിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഈ രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ എല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി എടുത്തിട്ട് അതിൽ ഫില്ലിംഗ് വെച്ച് മോമോസിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇതുപോലെ ഓരോ സൈഡിൽ നിന്ന് മടക്കിയിട്ട് മോമോസിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലിത്തട്ടിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.